പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് എൻ്റെ ജീവിതകഥയുടെ 4-ാം ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ പേടിയിലാണ് കൊണ്ടുവന്ന് നിർത്തിയിരുന്നത്. 3-ാം ഭാഗം. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രാത്രിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അമിതമായ പേടിയാണ്. അമിതമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാത്രി വെളിയിലോട്ടേ ഇറങ്ങുന്നില്ല. കാര്യം ഉറങ്ങുമ്പം തന്നെ എനിക്ക് നേരെ മുത്തവൻ്റെ കൂടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അവൻ്റെ കാലൊക്കെ എൻ്റെ മേത്തെടുത്ത് വെച്ചെങ്കിലേ എനിക്കൊരു ധൈര്യം വരുത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രസകരമായ ഒരു സംഭവം നടന്നായിരുന്നു. ഈ പേടിയുടെ ഒരു രസകരമായ ഒരു സംഭവം. അതായത് ഞങ്ങളെ വീട്ടിൽ പശുവിൻ്റെ കറവ നിന്ന സമയത്ത് കുറച്ച് മേളിൽ അമ്മയുടെ അമ്മയുടെ കുടുംബ വീട്ടിൻ്റെ കുറച്ച് മേളിലായിട്ട് പാല് കിട്ടുന്ന ഒരു വീടുണ്ടായിരുന്നു. ഞങ്ങൾ അന്നേരം രാവിലെ പാല് മേടിക്കാനായിട്ട് ഞാനോ എൻ്റെ ചേട്ടനോ, അതായത് ഒന്നരയുടെ ഇട്ട് ഞാനോ എൻ്റെ ചേട്ടനോ ആണ് ആ പാല് മേടിക്കാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് സ്കൂളിൻ്റെ താഴെ ഒരു വ്യക്തി ഈ മരണപ്പെട്ട്, അതായത് തൂങ്ങി മരണം നടന്നു. അത് ഞങ്ങൾ കുട്ടികളൊക്കെ പോയി കണ്ടപ്പോൾ എനിക്കൊരു വല്ലായ്മ തോന്നി. അന്ന് ഒരു വല്ലാത്തൊരു പേടി എൻ്റെ മനസ്സിൽ കൂടി വന്നു. പിറ്റേന്ന് രാവിലെ ഈ പാല് മേടിക്കേണ്ട ഊഴം എൻ്റെതാണ്. എനിക്ക് പോകാനായിട്ട് ഭയങ്കരമായ പേടി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കുറച്ച് പറക്കാൻ തോട്ടം കാര്യങ്ങൾ അതൊക്കെ കവർ ചെയ്തിട്ട് വേണം ഈ പാല് മേടിക്കുന്ന വീട്ടിലേക്ക് പോകാൻ. അതുകൊണ്ട് എനിക്ക് അമിതമായ പേടി ഈ ആണ്. എന്നാലും മൂത്ത ചേട്ടൻ അന്ന് മൂത്ത മാമൻ്റെ മില്ലിൽ താൽക്കാലിക ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അന്നേരം ചേട്ടച്ചാർക്ക് ജോലിക്ക് പോകാൻ വേണ്ടി രാവിലത്തെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരുന്നപ്പം അമ്മ പറഞ്ഞിടാ പോയി പാല് മേടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നതല്ലാതെ പാല് മേടിക്കാനായിട്ട് ഞാൻ പോകുന്നില്ല. അങ്ങനെ അമ്മ മൂത്ത ജ്യേഷ്ഠൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അവൻ്റെ ഇത് പോയി പാല് മേടിക്കാൻ. അങ്ങനെ മൂത്ത ജ്യേഷ്ഠൻ ഒരു വിരട്ടൊക്കെ വരട്ടി ഒരു കമ്പൊക്കെ ഒടിക്കാനായിട്ട് പോയ സമയത്ത് ഞാൻ പാത്രവും എടുത്ത് ഒരൊറ്റ ഓട്ടം ആ ഒരു സ്പീഡിൽ ഞാനങ്ങ് ഓടി. കാര്യം അന്നേരം ഒരു ധൈര്യം നമുക്കുണ്ടല്ലോ, പുറകിൽ ഇതുപോലെ ചേട്ടൻ അടിക്കാൻ വരുന്ന ആ ഒരു ധൈര്യത്തിൽ അന്നേരം ഒരൊറ്റ ഓട്ടത്തിൽ ഞാൻ നേരെ ചെന്ന് അവർക്കുള്ള വീട്ടിലാണ് പിന്നെ നിന്നത്. അന്നേരം അവിടെ 2-3 ചേച്ചിമാരും കാര്യങ്ങളൊക്കെ. മിക്കപ്പോഴും ഞാൻ പാല് മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ ചേച്ചിമാരുടെ അടുത്ത് പറയും എന്നെ താഴോട്ട് ആക്കിയേക്കെന്ന് പറയും. അന്നേരം അവരെ അപ്പുറത്തങ്ങനെ പാല് കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്നെ കൂടെ അങ്ങോട്ട് ആക്കും. പക്ഷെ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചേച്ചിമാരൊന്നും ഇല്ലായിരുന്നു. അതായത് പാല് കൊടുക്കാനായിട്ട് പല വീടുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോയായിരുന്നു. എനിക്ക് പാല് മേടിക്കും കൊണ്ട് ഞാൻ തീരെ ഒരു നിവൃത്തിയില്ലാതെ ഞാൻ പേടിച്ച് ഞാൻ ഇങ്ങനെ നടന്നു വരുമായിരുന്നു. ഞാൻ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറങ്ങാവിൻ്റെ കീഴിൽ നിന്നൊരു കോഴി കൂവി. രാവിലെ ആണല്ലോ, രാവിലെ ആകുമ്പോഴത്തേക്ക് കോഴികൾ ഇങ്ങനെ കോഴി കൂവിയ സമയത്ത് എനിക്ക് പെട്ടെന്ന് മരണപ്പെട്ട, അതായത് ഒരു പറങ്ങാവിൻ്റെ കൊമ്പിലാണ് ഇയാൾ മരണപ്പെട്ടത്. ഇത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയും എനിക്ക് പെട്ടെന്ന് പേടി ആയിട്ട് മാറുകയും ഞാൻ ഈ പാൽപാത്രവും എല്ലാം കൂടെ എടുത്ത് ഒരു പരവേശപ്പെടുത്ത് ഒരു ഓട്ടം പലയിടത്തും ഞാൻ വീണ്. അതായത് കയ്യാല അന്നൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ തട്ടായിട്ട് കയ്യാലകൾ കാര്യങ്ങളൊക്കെ കാണും. അതെല്ലാം ചാടി ചിലടത്ത് വീണ് അവിടുന്ന് വേണ്ടിയിട്ട് ഓടി ഒക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് വീട്ടിൽ വന്ന് ചേർന്നപ്പോഴത്തേക്ക് എൻ്റെ ദേഹം മൊത്തം അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. മണ്ണും കാര്യങ്ങളും. അമ്മ ഉച്ചത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ എന്നെ പിടിക്കാൻ ആരുടെ വരുന്നെന്നും പറഞ്ഞ് ഞാനിങ്ങനെ ബഹളം വെച്ച് ഇങ്ങനെ വല്ലാത്ത ഒരു സ്ഥിതിയിലായി. അങ്ങനെ എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ പിറ്റേന്ന് അന്ന് തന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ഒരു അമ്പലത്തിൽ കൊണ്ട് ഒരു ചരടൊക്കെ ജപിച്ച് കെട്ടി ഇത് ചെയ്തു. അതിനു മുമ്പ് എനിക്ക് പേടിയാണ്. പക്ഷെ അതിനുശേഷം അമിതമായി പേടി കൂടുതലായി എനിക്ക്. അതായത് മരിച്ച വീടുകളിലോ കാര്യങ്ങളോ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്ക് ഉറങ്ങാൻ വലിയ പേടിയാണ്. അതുപോലെ തന്നെ ഞാൻ രാത്രി മൂത്രമൊക്കെ ഒഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂത്തവനെയും വിളിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ അമ്മയെ അങ്ങനെ വിളിച്ചിട്ട് പെട്ടെന്നാണ് ഇതൊക്കെ സാധിക്കുന്നത്. അത് തിണ്ണയിലൊക്കെ നിന്നങ്ങ് സാധിക്കും. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പേടി കാരണം എങ്ങും പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. അങ്ങനെ ഈ ഇരിക്കുന്ന സമയത്താണ് ഈ അച്ഛൻ്റെ ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ട് അച്ഛന് സീരിയസ് ആവുകയും വല്യച്ഛൻ്റെ വീട്ടിലേക്ക് രണ്ടാമത്തെ ചേട്ടനും എനിക്ക് നേരെ ഇളയ പെങ്ങളും എനിക്ക് നേരെ മൂത്ത ആളും കൂടെ പോവുകയും, അതായത് വല്യച്ഛനെ വിളിച്ചോണ്ട് വരാനായിട്ട് അവർ പോയത്. ഈ അച്ഛൻ്റെ വല്യച്ഛൻ പറഞ്ഞ അച്ഛൻ പിന്നെ രമ്യതയിലാവും.
അതുകൊണ്ട് വല്യച്ഛനെ വിളിക്കാനായിട്ടാണ് ഇവർ പോയത്. ആ പോയതിൻ്റെ അന്ന് തന്നെ അച്ഛന് വീണ്ടും ഈ പഴയത് കണക്ക് തന്നെ അസുഖങ്ങൾ കൂടുതലായപ്പോഴാണ് രാത്രിയിൽ ഇതുപോലെ കൂടുതലായപ്പം വണ്ടി വിളിക്കണമല്ലോ കൊണ്ടുപോകാൻ. ഇങ്ങനെ എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞിട്ടാ നീ അപ്പുറത്ത് ആരെങ്കിലും വിളിച്ചും കൊണ്ട് ഒരു വണ്ടി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എനിക്കാണെന്നുണ്ടെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങാനും വയ്യ. അങ്ങനെ അവിടെ നിന്നും കൊണ്ട് അടുത്തുള്ളൊരു വീട്ടിലെ പയ്യനെ വിളിച്ച് ഞങ്ങളെ വീട്ടിലോട്ട് വരുത്തിയിട്ട് പിന്നെ അവനുമായിട്ടാണ് ഞാൻ പിന്നെ വെളിയിലോട്ട് പോയി വണ്ടി വിളിച്ച് കൊണ്ടുവരികയും ഒക്കെ ചെയ്തത്. അങ്ങനെ വണ്ടി വിളിച്ച് അന്ന് മൂത്ത പെങ്ങൾ പ്രസവിച്ച് കിടക്കുന്നുണ്ട്. അമ്മ അച്ഛനെയും കൊണ്ട് പോയി. എന്നിട്ട് അടുത്തുള്ളൊരു ചേച്ചിയും കൂടെ ആണ് അമ്മയുടെ കൂട്ടത്തിൽ പോയത്. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അളിയൻ വന്നിട്ട് ചേച്ചി അങ്ങ് അളിയൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു. പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അങ്ങനെ അടുത്തുള്ള വീട്ടിലെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്ന് ഞങ്ങളിങ്ങനെ ഗോലികളി അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കുള്ള ഒരു അമ്മാച്ചൻ വന്നിട്ട് പറഞ്ഞു അതുപോലെ നീ വല്ലതും കഴിച്ചോന്നു. ഞാൻ പറഞ്ഞു ഞാനൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എങ്കിൽ മേളിലോട്ട് പോവാ, അമ്മയുടെ കുടുംബ വീട് തൊട്ട് മേളിലാണ്, ആ മേളിലോട്ട് പോവാ, എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ എഴുതി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. എനിക്ക് അന്ന് കൊച്ചിലെ കൂടുതലൊന്നും എനിക്ക് മനസ്സിലായില്ല. ഒരു 3-4 മണിയായപ്പോഴത്തേക്ക് അച്ഛൻ്റെ ബോഡിയായിട്ട് വരികയും അതുപോലെ ആൾക്കാരൊക്കെ നമ്മളെ വീടുകളിലേക്ക് വരികയും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ മരണപ്പെട്ടു പോയത്. പിന്നെ ആൾക്കാരും അതും ഇതുമൊക്കെ ഇതായിട്ട് ഇങ്ങനെ അങ്ങനെ അച്ഛനെ മരണപ്പെട്ട് കഴിഞ്ഞ് ഇതുപോലെ അച്ഛൻ്റെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇത് ചെയ്ത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഞങ്ങൾക്ക് അത്യാവശ്യം ഒരു പാറക്കോറി, അതായത് റെന്റിനടുത്ത് ഒരു പാറക്കോറി, തൊട്ടടുത്ത് തന്നെ ഒരു പാറക്കോറി ഇങ്ങനെ നടത്തുമായിരുന്നു. ഈ പാറക്കോറിയിൽ അത്യാവശ്യം ഞാനും പോയി ജോലികളൊക്കെ ചെയ്യും. എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അമ്മ 1 രൂപ 2 രൂപ ഒക്കെ നീ എന്തെങ്കിലും പണി ചെയ്യുന്നതിന് തരും. അതുകൊണ്ടാണ് കൂടുതലായിട്ട് നമ്മൾ അന്നൊക്കെ പോകുന്നത്. അടുത്തത് നമുക്ക് നാളെ പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തത് നമുക്ക് നാളത്തേക്ക് പറയാം എന്നാണ് എൻ്റെ തീരുമാനം.